നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ നാളുകളായി നിരവധി അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചില പാടുകൾ കണ്ടെത്തിയിരുന്നു. അവ മേക്കപ്പിട്ട് മറയ്ക്കാൻ ശ്രമിച്ചതായിട്ടാണ് പലർക്കും കാണുമ്പോൾ തോന്നിയിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ കൈകളിൽ അത്തരത്തിലുള്ള ചില പാടുകൾ കാണപ്പെട്ടിരുന്നു. ഇവ പതിവ് പോലെ മേക്കപ്പിട്ട് മറയ്ക്കാനും ശ്രമിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പല രാഷ്ട്രത്തലവന്മാരെയും മറ്റും സ്വീകരിക്കാനെത്തുമ്പോഴൊക്കെ തന്നെ ട്രംപിൻ്റെ കൈകളിൽ ഇത്തരത്തിലുള്ള ഏതാണ്ട് ചതഞ്ഞതുപോലെയുള്ള ചില പാടുകളുണ്ടായിരുന്നു. മേക്കപ്പിട്ട് അവ മറയ്ക്കുക തന്നെയായിരുന്നു അദ്ദേഹം പലപ്പോഴും ചെയ്തിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്നുള്ളതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. അതേസമയം വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി പറയുന്നത് ഇത് അദ്ദേഹം നിരന്തരമായ ആളുകളെ ഹസ്തദാനം ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ആസ്പിരിൻ ഉപയോഗിക്കുന്നത് കൊണ്ടും ആണ് എന്നാണ്. ആസ്പിരിൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നും അതുകൊണ്ടാണ് ആസ്പിരിൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത് എന്നുമാണ് പ്രസ് സെക്രട്ടറി വിശദീകരിക്കുന്നത്. പക്ഷേ കയ്യിൽ എങ്ങനെയാണ് ഹസ്തദാനം ചെയ്താൽ പാടുണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർ കൃത്യമായ വിശദീകരണം ഇനിയും നൽകിയിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന് എന്തെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് സ്വാഭാവികമായി എല്ലാവരും സംശയിക്കേണ്ടി വരും. അതേസമയം അദ്ദേഹത്തിൻ്റെ മുൻ ഡോക്ടർ പറയുന്നതാകട്ടെ അമേരിക്ക കണ്ടിട്ടുള്ള പ്രസിഡന്റുമാരിൽ ഏറ്റവും ആരോഗ്യവാനായ വ്യക്തി ഡൊണാൾഡ് ട്രംപ് ആണ് എന്നാണ്. ജോ ബൈഡൻ്റെയും ഡോക്ടർ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഇതിനെ നമുക്ക് തീർത്തും അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഡൊണാൾഡ് ട്രംപിന് 79 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഏതൊക്കെ അസുഖങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും യാതൊരു തരത്തിലുമുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. അങ്ങനെ പുറത്ത് വരാൻ സാധ്യത കുറവുമാണ്. ലോക നേതാക്കളൊക്കെ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരിക്കലും പുറത്ത് പറയാൻ ആഗ്രഹിക്കാറില്ല. അത് അവർക്ക് മാത്രമല്ല അവരുടെ രാജ്യത്തിനൊക്കെ തന്നെ ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഇക്കാര്യം മറച്ചു വയ്ക്കാറാണ് പതിവ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇടയ്ക്ക് അമേരിക്കയിൽ അലാസ്കയിൽ സന്ദർശനത്തിനായി എത്തിയപ്പോൾ പുടിനെ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ തന്നെ അതിൻ്റെ വിസർജ്യങ്ങൾ പോലും തിരികെ കൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാരണം അതെങ്ങാനും കിട്ടിയാൽ അത് വെച്ച് എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്ന് അമേരിക്ക ഒരുപക്ഷെ മനസ്സിലാക്കും എന്ന് കരുതിയായിരിക്കും അങ്ങനെ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനൊന്നും തന്നെ ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും ഇനി ലഭിച്ചിട്ടില്ല. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിലവിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിനുള്ള ചികിത്സ അദ്ദേഹം നടത്തുന്നുണ്ട്. കൃത്യമായി അദ്ദേഹത്തിന് സ്കാനിങ് ഉൾപ്പെടെയുള്ള എല്ലാവിധ പരിശോധനകളും നടക്കുന്നുണ്ട് എന്നാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ട്രംപിന് ഏതെങ്കിലും മാരകമായ രോഗമുള്ളതായി ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ട്രംപിൻ്റെ പെരുമാറ്റത്തിൽ ഇപ്പോൾ പലപ്പോഴും നമുക്ക് അസ്വാഭാവികത തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ടോ എന്നറിയില്ല. പലപ്പോഴും അദ്ദേഹം വല്ലാതെ ക്ഷുഭിതനാവുകയും സഭ്യമല്ലാത്ത ഭാഷയെപ്പോലെ സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ പ്രായമായിരിക്കാം, ജോലിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രംപ് ഇപ്പോൾ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് കുപ്രസ്ഥനായ ലൈംഗിക കുറ്റവാളിയായിരുന്ന എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ ട്രംപുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് അദ്ദേഹം നിഷേധിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ മെലേനെ പരിചയപ്പെടുത്തി കൊടുത്തത് പോലും എപ്സ്റ്റീൻ ആണെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അദ്ദേഹവും കുടുംബവും തയ്യാറായതോടുകൂടി അവർ അത് പിൻവലിച്ചിരിക്കുകയാണ്. പക്ഷേ ഏതായാലും ജനുവരിയിൽ അധികാരമേറ്റതിന് ശേഷം എല്ലാ മാസവും മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ തന്നെ പുടിൻ്റെ ശരീരത്തിൽ ഇത്ര ചില ചതവുകളും ചില മുഴകളും ഒക്കെ തന്നെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് മറക്കാൻ കഴിയാത്തൊരു സത്യമാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആകാംക്ഷയിലാണ് അമേരിക്കൻ ജനത.